സുഹൃത്തുക്കളെ, ആരിസ് കേട്ടോ, ആരിസ് വൈത്തിരിയാണേ. നമ്മളിന്ന് നമ്മളെ തൊട്ടടുത്ത വീട്ടിലൊരു അക്വാപോണിക് സിസ്റ്റം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അക്വാപോണിക് സിസ്റ്റം ഉണ്ടാക്കണ എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. 100-150 മീൻ ഉണ്ടാവും. പക്ഷെ ഇത്ര വലിപ്പമല്ലേ ഉള്ളൂ, ചെറുതാണ്. അതെന്താ പറയുക, വലിയ മീനുണ്ട്, കുറച്ചും കൂടി വെള്ളം കൂട്ടണം. ഇത് ഓൾറെഡി ഉള്ള ടാങ്ക് ആയതുകൊണ്ടേ അത്രത്തോളം നിങ്ങൾക്ക് തൃപ്തിയായി. 100%. ഓക്കെ, സന്തോഷം. ചൂടാക്കി കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതിലേക്ക് ഇറക്കി ഫിറ്റാക്കി കൊടുക്കാം. അങ്ങനെ പൊക്കിയെടുക്കാൻ കണക്കായിട്ട് നമ്മുടെ 60 സെൻറ്റിമീറ്റർ ആണ്. ഈ ടാങ്കിൻ്റെ ഡെപ്ത് പറഞ്ഞാൽ 3 അടിയോളം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത് മിനിറ്റ് വട്ടനെ നമ്മൾ ആദ്യം നെക്കി കൊടുക്കുക. അപ്പോൾ അതിൽ 2 വന്നില്ലേ, ആ 2 എന്നുള്ളത് നമുക്ക് 2 മിനിറ്റ് മതി ഓൺ ടൈം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒരു തലക്കെന്ന് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, വല്ലഭന് പുല്ലു ആയതെന്ന് പറഞ്ഞാൽ ഇത് കുളങ്കോരി കേട്ടോ. കുളങ്കോരിൻ്റെ പൈപ്പ് 1 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് നമ്മളെ FT-MT 1 ഇഞ്ചാണല്ലോ. അപ്പോൾ അത് ചൂടാക്കിയിട്ടാണ് കുത്തിക്കഴിഞ്ഞാൽ കറക്റ്റായി. അല്ലാതെ ബിറ്റും തിരഞ്ഞു പോയി കഴിഞ്ഞാൽ ഇന്ന് പണി നടക്കില്ല. അപ്പോൾ അക്വാപോണിക് സിസ്റ്റം എങ്ങനെ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ച് കാണണേ. ഓക്കെ, ഈ FT-MT ആണിത് 1 ഇഞ്ചിൻ്റെ ഫിറ്റാക്കുന്ന രീതിയാണ്. ഇതിനുള്ളിലൂടെ ഇങ്ങനെ ടൈറ്റായിരിക്കും ആ ഹോൾസ്. ആ പൈപ്പിൻ്റെ 1 ഇഞ്ച് പൈപ്പ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സിമ്പിൾ പണി, ആർക്കും ചെയ്യാം. ടൈറ്റാക്കുന്നു. നമ്മൾ കട്ടിങ് മെഷീനായിട്ട് ഏത് സാധനം കട്ട് ചെയ്യുകയാണെങ്കിലും ഗ്ലാസ് വെക്കണം കേട്ടോ. സേഫ്റ്റി മസ്റ്റാണ്. കണ്ണ് പോയിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ PVC-ൻ്റെ പീസ് തെറിച്ചാലും കണ്ണ് പോകും. പൈപ്പിൻ്റെ കഷ്ണം ഒരു 1.5 ഇഞ്ചിൻ്റെ നീളത്തിൽ കഷ്ണം ഇട്ടിട്ട് ഈ 1 ഇഞ്ച് വെൻ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇതേമാതിരി എടുക്കണം. കട്ടിപ്പ് ഇങ്ങനെയാണെങ്കിൽ താഴേക്കാകാൻ പാടില്ല. ഇങ്ങനെ ലെവലായിട്ട് ഇങ്ങനെ പ്ലസ് ആയിട്ട് ഇങ്ങനെ വെക്കുക മതി. അതെല്ലാം സെറ്റായി കഴിഞ്ഞ് ഇനി 2-3 പീസും കൂടി വെക്കാനുള്ളൂ. മോട്ടർ വെക്കുക എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. മോട്ടർ ഫിറ്റാക്കേണ്ട സൈഡിലാണെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാവും. കാരണം മോട്ടർ പൊക്കി വെക്കാനും മറ്റൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ പൊക്കണമെങ്കിൽ ഒരു സൈഡിൽ വെക്കുകയാണെങ്കിൽ അത് സൗകര്യമാണ്. സുഹൃത്തുക്കളെ, ഇത് ഈ പൈപ്പുകളൊന്നും ഒട്ടിക്കാൻ പാടില്ല കേട്ടോ. പിന്നീട് നമ്മൾ ക്ലീൻ ചെയ്യാനും വേര് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ടീ കുറച്ചിട്ട് തട്ടിയിട്ട് നമുക്ക് കുത്താനൊന്നും കഴിയൂല, ഒട്ടിക്കാൻ പാടില്ല. മോട്ടർ വെക്കാളി. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റുള്ള കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ഇതോടെ നെറ്റ് പോട്ടാണ് 10 രൂപയ്ക്ക് കടയിൽ നിന്ന് കിട്ടണേ. ഇതൊക്കെ പഴയ കൊതുവല ഉണ്ടെങ്കിൽ അത് മതി. അതിനായിട്ട് പൈസ കൊടുത്ത് പുതിയത് വാങ്ങണമെന്നില്ല. പഴയ ഏതെങ്കിലും നെറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് കൊതുവലിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടി കൊടുത്ത് നല്ല ഡബിളാക്കി കെട്ടി കൊടുത്താൽ മണലും കാര്യങ്ങളൊന്നും കയറാതെക്കാനാണ്. അപ്പം പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ പഴയതുണ്ടെങ്കിൽ നമ്മൾ ഇനി പച്ച ചാക്കായാലും മതി, മറ്റേ ആ ഷെയ്ഡ് നെറ്റായാലും മതി. അങ്ങനെ കെട്ടി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് അതിനെ സെൻറ്ററിൽ ലോട്ടാക്കിയിട്ട് ആ FT-MT ഒക്കെ ഇങ്ങനെ പ്രസ്സാക്കി വെച്ച് കഴിഞ്ഞ് അതിങ്ങനെ പിടിച്ചിട്ട് വേണം മെറ്റലിടാൻ. അല്ലെങ്കിൽ അതിങ്ങോട്ട് മിസ്സായി പോയെന്ന് നമ്മളറിയില്ല. അപ്പോൾ അത് നമ്മൾ അതേമാതിരി ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അതങ്ങനെ ആക്കിയിട്ട് ഈ FT-MT ഇതിങ്ങനെ ആ ഹോൾസിന് കറക്റ്റാക്കി വെച്ച് ഒരാളിങ്ങനെ പ്രസ്സായി പിടിക്കണം. പിടിച്ചതിൻ്റെ ശേഷം വേണം മെറ്റലോ മണലോ എന്താ വെച്ചാൽ എംസാൻഡൊക്കെ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇതിപ്പോൾ നമ്മളിവിടെ മെറ്റലും മണലൊക്കെ മിക്സ് ചെയ്ത് ഒരു സാധനം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഏത് മെറ്റലും ഇതുണ്ടാവും, ഏത് മെറ്റലും ഉണ്ടാവും. അതിന് വേസ്റ്റൊക്കെ മുറിച്ച് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മേലെ നമ്മളൊരു 1 ഇഞ്ച് ഒഴിവാക്കിയിട്ട് ഫുള്ള് എംസാൻഡ് ഇട്ടാൽ മതി. കാരണം ഫുൾ ബേബി മെറ്റലും ഒക്കെ ആണ് നല്ലത്. പക്ഷെ ഇതിവിടെ ഉള്ള സാധനം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ മെറ്റൽ കുറച്ച് മണലൊക്കെ മിക്സായ വലിയ മെറ്റലാണ്. ആ അടിയിൽ വെച്ചിട്ട് ഇവിടെ ഉള്ള സാധനം ഉപയോഗിക്കുകയാണ്. അതിന് വേറെ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ. സാധനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ പകുതി മെറ്റലും പകുതി എംസാൻഡും ആയിട്ടാണ് ഇവിടെ ഇടുന്നത്. അങ്ങനെ ആയാലും മതി. മണ്ണ് പറ്റില്ല എന്നുള്ളൂ. മണ്ണ് എംസാൻഡ് അതേമാതിരി ബീസാൻഡ് എല്ലാം പറ്റും. ഇതാണ് ഇതിൽ ഇറക്കി വെക്കണ മോട്ടർ കേട്ടോ. സൺസൺ JTP എന്ന് പറഞ്ഞ 3800 പെർ ഹവറിൽ അടിക്കണ മോട്ടറാണിത്. അതിൻ്റെ ഫിറ്റിങ്സുകൾ അതേമാതിരി നമുക്ക് ടൈമർ വേണമല്ലോ.
ഡിജിറ്റൽ സൈക്കിൾ ടൈമർ ഇട്ടത്. ഇത് നമുക്ക് മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഫിറ്റാക്കാൻ പോവാം. 1 ഇഞ്ചിൻ്റെ പൈപ്പ് ഈ സോക്കറ്റ് ഉണ്ടാവും മോട്ടറിൽ തന്നെ. സോക്കറ്റുമേ ചൂടാക്കി കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതിലേക്ക് ഇറക്കി ഫിറ്റാക്കി കൊടുക്കാം. അങ്ങനെ പൊക്കിയെടുക്കാൻ കണക്കായിട്ട് നമ്മുടെ 60 സെൻറ്റിമീറ്റർ ആണ്. ഈ ടാങ്കിൻ്റെ ഡെപ്ത് പറഞ്ഞാൽ 3 അടിയോളമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ അരിപ്പ മേലെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഓക്കെ. അത് നിലത്ത് മുട്ടണമെന്നില്ല, അതവിടെ അങ്ങനെ സെറ്റായി അവിടെ അങ്ങനെ തൂങ്ങി നിന്നോളൂ. കാരണം ടൈറ്റായിട്ടേ ഇതിനൊക്കെ വെയിറ്റ് കൊണ്ട് അവിടെ നിന്നോളൂ. അത് അടിയിൽ പോയി മുട്ടിക്കഴിഞ്ഞാൽ അതിൽ വേസ്റ്റ് കയറും. ഇത് 12-ാം പാലം, വൈത്തിരി 12-ാം പാലം ആണ് കേട്ടോ ഈ വീട്. KP ബഷീർഖാൻ്റെ വീടാട്ടത്. KP ബഷീർഖാൻ്റെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അത് കാണിച്ചു നോക്കി, ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ ഒക്കെ പിന്നീട് ശരിയാകും. ഇതിപ്പോൾ പള്ളിയിൽ പോകാൻ സമയമായതുകൊണ്ടേ ആവശ്യമില്ല. അപ്പോൾ ഈ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഭയങ്കര നീളമുള്ള ചെടികൾ വാങ്ങരുത്. ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ ചാഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ചെടികൾ വാങ്ങുക, അല്ലെങ്കിൽ നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചിട്ട് ഇതേമാതിരി കുറച്ച് മെറ്റൽ മാറ്റിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് താത്തി എല്ലാം വെച്ചിട്ടാണ് മൂടിയാൽ മതി. ബാക്കിയൊക്കെ പിന്നെ അമോണിയ വന്ന് ചെടികൾ ഒരു 10 ദിവസം കൊണ്ടൊക്കെ സെറ്റാവും. എല്ലാവരുടെ വീട്ടിലും ഇതൊരൊറ്റ തവണ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ വർഷങ്ങളോളം മോട്ടറൊന്നും അടിച്ചു പോകാതെ നിൽക്കുന്ന നല്ല മോട്ടറും കാര്യങ്ങളും ടൈമറും ഒന്നും കംപ്ലൈൻറ്റ് വരില്ല. ഈ പാത്രങ്ങളൊന്നും മാറ്റണ്ട. നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കാനും പച്ചക്കറി പറിക്കാനും മാത്രം ചെന്നാൽ മതി. അതാണ് ഈ അക്വപോണിക് സിസ്റ്റത്തിൻ്റെ ഒരു മെച്ചം. ഈ അക്വപോണിക് സിസ്റ്റം ആർക്കെങ്കിലും ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിലേ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ വന്ന് സഹായിക്കും. ഓക്കെ. ഈ അക്വപോണിക് സിസ്റ്റത്തിൽ മഴക്കാലമായാലും എത്ര മഴ പെയ്താലും ഈ ചെടിക്കൊന്നും വലിയ ക്ഷീണം വരില്ല. കാരണം ഈ വെള്ളം അപ്പം തന്നെ ഡ്രെയിനായി പോകണോണ്ടേ ഈ മണ്ണിലൊക്കെ ആകുമ്പോൾ കുറേ വെള്ളം കൂടുതലായിട്ട് വേര് ചീഞ്ഞ് പോയിട്ടും ഇലമ്പക്ക് മണ്ണ് തെറിച്ചിട്ടൊക്കെ ഒരു ക്ഷീണമായിരിക്കും. ഇത് മഴക്കാലത്തൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരൊറ്റ തവണ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇഷ്ടം പോലെ പച്ചക്കറി വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് നട്ടുണ്ടാക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ചെയ്യാൻ പറ്റുന്നിടത്തോളമൊക്കെ ചെയ്യുക. ഇത് പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. ഇതാണ് സൈക്കിൾ ടൈമർ. ഇത് മിനിറ്റ് ബട്ടൺ നമ്മൾ ആദ്യം നെക്കി കൊടുക്കുക. അപ്പോൾ അതിൽ 2 വന്നില്ലേ, ആ 2 എന്നുള്ളത് നമുക്ക് 2 മിനിറ്റ് മതി ഓൺ ടൈം. അപ്പോൾ അത് ഓൺ കൊടുക്കുക. എന്നിട്ട് നീല വെക്കുമ്പോൾ സെറ്റായി. പിന്നെ ഇനി അടുത്തത് ഓഫ് ടൈം. ഓഫ് ടൈം ഒരു 30 മിനിറ്റ് വെക്കാം. 31 മിനിറ്റ് ഓഫ് സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ 2 മിനിറ്റ് ആണ് വർക്ക് ചെയ്യുക. കുറഞ്ഞ് വരും. 30 മിനിറ്റ് ഇത് ഓഫായി കിടക്കും. 30 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും 2 മിനിറ്റ് ഓൺ ആവും. അങ്ങനെ ഈ സംഭവം ഇങ്ങനെ ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളതിന് ഒന്നും ഒരു പരിപാടിയും ചെയ്യണ്ട. അപ്പോൾ 43 സെക്കൻഡായി. ഇത് 0:50 ഓഫാണെന്നാണ്. അപ്പോൾ ഇതിന് നമ്മൾ മെഷീന് 3800 പെർ അവറിലടിക്കണ കപ്പാസിറ്റി ഉണ്ടായതുകൊണ്ട് ഇതിപ്പോൾ തന്നെ നിറഞ്ഞതാണ്. 1.5 മിനിറ്റ് കൊണ്ട് തന്നെ എത്രയായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ 1.5 മിനിറ്റാണ് നമ്മൾ ഓൺ ടൈം വെക്കേണ്ടത്. ആദ്യം നമ്മളൊന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഇതിന് എത്ര ടൈം വേണം ഇതെന്ന് അറിയാനെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്താണ് ഇപ്പോൾ ഇത്. മാത്രമല്ല ഈ ചെടീൻ്റെ മുരട് വരെ വെള്ളം വരാൻ പാടില്ല. അങ്ങനെ സ്ഥിരമായി വെള്ളം വന്നു കഴിഞ്ഞാൽ പച്ച പായൽ കിട്ടും. അപ്പോൾ 1 ഇഞ്ച് താഴേക്കേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ആളെ മനസ്സിലായില്ലേ, നമ്മളെ ബഷീർക്കാണ് PKV അല്ലേ, KP 2 ബഷീർക്കുണ്ട്. അപ്പോൾ ഈ സാധനം ഇത് നമുക്ക് അമോണിയ കുറവായതുകൊണ്ട് ചെടികൾക്കൊക്കെ ഒരു 10 ദിവസം ചെറിയൊരു തളർച്ച ഉണ്ടാവും. അതോട് നിങ്ങൾ തളരരുത്. കാരണം എന്താ പറയുക, ഈ അമോണിയ നല്ല രീതിയിലേക്ക് ഇപ്പം തന്നെ കുറേ മീനിനെ കൊടുത്തിട്ട് 2 ദിവസം കൊണ്ട് തന്നെ ഒക്കെ സെറ്റാവും. പക്ഷേ ഇത് ഇനി ഈ മുളകുമര കുറച്ച് വലുതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു താങ്ങ് കൊടുത്താൽ മതി. നെറ്റ് ഇട്ടിട്ട് ഉള്ളതിന് കൂടെ കയറ്റി നല്ല സെറ്റാക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇനി എന്തുണ്ടെങ്കിലും എൻ്റെ വീട് തൊട്ടടുത്ത ഒരു 10 എത്ര മീറ്റർ ഉണ്ടാവും, 500 മീറ്റർ ഉണ്ടാവും. 1 കിലോമീറ്റർ ഉണ്ട്. അത്ര ആയതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും എന്ത് സെറ്റിങ്ങോ കാര്യങ്ങളോ ടൈമറോ മോട്ടറോ എന്തുണ്ടെങ്കിലും നമ്മളിവിടെ പാഞ്ഞെത്തി. അപ്പോൾ ഈ എംസാൻഡ് കഴുകിയിട്ടില്ല. അതിൻ്റെ ചെറിയൊരു ഒരു പ്രശ്നം അവിടെ കാണുന്നുണ്ട്. വെള്ളം വന്നു കഴിഞ്ഞാൽ ഊറി നിൽക്കുന്നത് കാണാം. അത് നല്ല കഴുകിയിട്ട് ഇടുകയാണെങ്കിൽ അത്ര വൃത്തിയാവും. പിന്നെ എല്ലാ സംഭവവും ഒട്ടിക്കാൻ പാടില്ല. എല്ലാം നമുക്ക് അയച്ചെടുക്കാനുള്ള കണ്ടീഷനിൽ ഒട്ടിക്കാതെ നല്ല സെറ്റായിട്ട്. ഇത് ഓൾറെഡി ഉള്ള ടാങ്ക് ആയതുകൊണ്ട് മൂപ്പർക്ക് വലിയ ചിലവ് വന്നിട്ടില്ല. ഒരു 5-8,000 ഒരു 6,000 7,000 വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതേമാതിരി പിന്നെ നമുക്ക് വീതിയില്ലാത്ത ചുമര പിന്നെ കട്ടയാണെങ്കിൽ ഒരു വരി പൈപ്പ് ഇങ്ങനെ അടിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അതേമാതിരി ചെയ്യാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഒരു മനസ്സിനും ഒക്കെ ഒരു നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. പച്ചക്കറി ഇഷ്ടം പോലെ പച്ചക്കറി നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ്ടെന്നല്ല, കടയിൽ നിന്ന് വാങ്ങണം. തക്കാളി, പച്ചമുളക് ഇതൊക്കെ സ്ഥിരമായിട്ട് ഇഷ്ടം പോലെ സുലഭമായി കിട്ടുന്നൊരു സിസ്റ്റമാണിത്. പിന്നെ മീനിന് നമുക്ക് വറുത്ത് കഴിക്കാം. കാരണം മീൻ പെട്ടെന്ന് വളരും.
5-6 മാസം കൊണ്ടൊക്കെ പിലോപ്പി നട്ടറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും. കാരണം അതിനൊക്കെ തീറ്റ കൊടുക്കുന്നതനുസരിച്ചാണല്ലോ ചെടിയിലേക്ക് അമോണിയ കയറിയിട്ട് ചെടി വളരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരമാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണേ. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഒരു 8-9 മണിക്ക് തുടങ്ങി 2 മണിക്കൂർ കൊണ്ട് നല്ല ഉഷാറായിട്ടുണ്ട്. ഇതിലെത്ര മീനാണ് ഉള്ളത്? ഇപ്പോൾ ഒരു 10, 100, 150 മീൻ ഉണ്ടാവും. പക്ഷെ ഇത്ര വലിപ്പമുള്ളൂ. ചെറുതാണ്. അതെന്താ പറയുക, വലിയ മീനുണ്ട് കുറച്ചും കൂടി വെള്ളം കൂട്ടണം. ഇത് ഓൾറെഡി ഉള്ള ടാങ്ക് ആയതുകൊണ്ടേ പിന്നെ നമുക്ക് ഇത് ഡെപ്ത് കൂടുതലായതുകൊണ്ട് വെള്ളം കൂടുതലായാലും അതിനനുസരിച്ച് മീൻ വേണം. കാരണം ഈ ചെടി വളരണമെങ്കിൽ വെറും വെള്ളം ഇങ്ങനെ ചെയ്തിറങ്ങിയിട്ട് കാര്യമില്ല, അമോണിയ വേണം. അപ്പോൾ കുറച്ചുകൂടി മീൻ നിങ്ങൾ കൊടുത്തിട്ടാൽ മതി. ഇവർ ചെയ്തിടത്തോളം നിങ്ങൾക്ക് തൃപ്തിയായി? 100%. ഓക്കെ, സന്തോഷം. അപ്പോൾ അക്വാപോണിക് സിസ്റ്റമൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്നിട്ടോ. എൻ്റെ വീട്ടിലാണ് ഉള്ളത്. നല്ല മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം, ഇഷ്ടംപോലെ. നല്ല എന്ത് ഐറ്റംസാണെന്നുള്ളത് അറിയില്ല. നല്ല കഴിഞ്ഞ പ്രാവശ്യം 2-3 കിട്ടിയിട്ടുള്ളൂ. ഈ പ്രാവശ്യം നല്ല ഉണ്ടായില്ല, അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.